സാധാരണ നമ്മൾ വാർത്തകൾ കേട്ടാൽ ഉണ്ടാകാത്ത ഒരു കൗതുകം, ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ മഹാഭാഗ്യം സിദ്ധിച്ചു, കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടി, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് കണ്ണ് ഓടിച്ചു നോക്കും. ആരാണത്? ആർക്കാണ് ആ മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്? അത് എല്ലാവർക്കുമുള്ള ഒരു കൗതുകമാണ്. മീഡിയകളിൽ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോഴും ഇത്തരം വാർത്തകൾക്ക് കൂടുതൽ ആളുകൾ കേൾക്കാനും കാണാനും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ 2025 ഏതാണ്ട് 1.5 വർഷം മുമ്പ് മാർച്ച് 14 ഡൽഹിയിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ അഗ്നിബാധയുണ്ടായപ്പോൾ നോട്ടുകെട്ടുകൾ, 500-ന്റെ നോട്ടുകെട്ടുകൾ കത്തി, അതിന് തീപിടിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ എല്ലാവരും കൗതുകപൂർവ്വം ആ വാർത്തയുടെ പിന്നാലെ ഓടുകയുണ്ടായി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അഗ്നിബാധ ഉണ്ടായി, ഫയർ സർവീസ് വന്നു, അവര് തീക്കെടുത്തി. അപ്പോഴാണ് വീടിന്റെ സ്റ്റോർ മുറിയിൽ വെച്ച് 500-ന്റെ നോട്ടുകെട്ടുകൾ, അതും കുറച്ചൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു സാധാരണ പൗരനാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ വരും, ഉടനെ അറസ്റ്റ് ഉണ്ടാകും, അതിന് ഉത്തരം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. പക്ഷെ 1 കൊല്ലവും 6 മാസവും കഴിഞ്ഞിട്ടും ഈ സംഭവത്തിന് ഒരു തുമ്പും കിട്ടിയില്ല. എത്ര പണം ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല, ആരുടെ പണമായിരുന്നു ആർക്കും അറിയില്ല. ജഡ്ജിയുടെ പണമല്ല എന്ന് ജഡ്ജി പറയുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ തന്നെയാണ് പണം എന്ന് ഒടുവിൽ കണ്ടെത്തി. ആരാണ് കണ്ടെത്തിയത്? ഹൈക്കോടതി ജഡ്ജി ആയതിനാൽ സാധാരണ പോലീസുകാർക്കൊന്നും അന്വേഷിക്കാൻ വയ്യ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് വലിയ പുകിലൊക്കെ ഉണ്ടാക്കി, വലിയ കവറേജ് ഒക്കെ കൊടുത്തു. അവിടെ റെയ്ഡൊന്നും നടത്തിയില്ല. അതൊന്നും നടത്താൻ പറ്റില്ല, ഹൈക്കോടതി ജഡ്ജിയായിപ്പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പാർലമെന്റിൽ പ്രശ്നമുണ്ടായി, ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നു. അപ്പോൾ സ്പീക്കർ ഓം ബിർള ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചു, പാർലമെന്ററി സമിതിയെ നിയമിച്ചു. 1 വർഷമെടുത്ത് സമിതി റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇത് അദ്ദേഹം പൂർണ്ണമായും കുറ്റക്കാരനാണ്, ഈ ജഡ്ജി പൂർണ്ണമായും കുറ്റക്കാരനാണ്. അതിനിടയ്ക്ക് ഈ ജഡ്ജിക്ക് ഒരു ഭയങ്കര ശിക്ഷ കൊടുക്കുകയുണ്ടായി നമ്മുടെ ഭരണകൂടം. എന്താണ് ആ ശിക്ഷ എന്നറിയാമോ? അദ്ദേഹത്തെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി. ഇതാണ് ശിക്ഷ. അങ്ങനെയുള്ള ഒരു ഭയങ്കര ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ശിക്ഷ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ കേസും കണ്ടുപിടിക്കപ്പെട്ടു, താൻ കുറ്റവാളിയെന്ന് തെളിയിക്കപ്പെടും എന്ന ഒരവസ്ഥ വന്നപ്പോൾ ജഡ്ജി രാജിവെച്ചു. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വന്നു, പൂർണ്ണമായും ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. എത്ര പണമുണ്ട്, എത്ര കോടികൾ ഉണ്ടായിരുന്നു എന്നേ തെളിയിക്കാത്തതുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് എവിടെ നിന്ന് വന്നു, ഇതിന്റെ ഉറവിടം എന്താണ്? അതാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ടത്, അതാണല്ലോ ഇൻകം ടാക്സുകാർ അന്വേഷിക്കേണ്ടത്. ഉറവിടം എന്താണ്? സോഴ്സ് വെളിപ്പെടുത്തുന്നില്ല. അത് ജഡ്ജി ഇതുവരെ പറഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ജഡ്ജി അത് പറയുന്നില്ല. അപ്പൊ അത് പറയിപ്പിക്കണം എന്ന് ആർക്കും ഇവിടെ നിർബന്ധവുമില്ല. കാരണം അയാൾ ഒരു ജഡ്ജിയാണ് എന്നത് മാത്രമാണോ? അയാൾ യശ്വന്ത് വർമ്മയാണ് എന്നുള്ളത് കൂടിയാണ് കാരണം. എല്ലാം നോക്കിക്കൊണ്ട് വേണമല്ലോ കാര്യങ്ങൾ നടത്തുവാൻ. വേറെ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു കീഴ്ജാതിക്കാരനായിട്ടുള്ള ഒരു ജഡ്ജി ആയിരുന്നുവെങ്കിൽ അതെല്ലാം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു, അയാൾ ഇപ്പോൾ ജയിലിലുണ്ടാകും. സ്വാഭാവികമായും ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു വസ്തുത അത് കൈക്കൂലി വാങ്ങിയത് തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊരു കാരണവും അതിനില്ല. സ്വന്തം വീട്ടിൽ പണം ബാങ്കിൽ ഇടാൻ വയ്യാത്തതിനാൽ വീട്ടിൽ കെട്ടാക്കി വെച്ചു, ചാക്കിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഈ രാജ്യത്ത് ഉണ്ടായിട്ട് പോലും ഒരു ചുക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ രാജ്യത്തെ നിയമം, ഈ രാജ്യത്തെ പോലീസ്, നിയമപാലനങ്ങൾ, ഇതെല്ലാം തന്നെ പ്രജുഡീസാണ്. ഈ രാജ്യത്തെ നിയമവും നിയമപാലനവും എല്ലാം തന്നെ പ്രജുഡീസ് എന്ന് മാത്രമല്ല പറയേണ്ടത്, പ്രിവിലേജ്. അത് കുറെ ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടതാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ള സൗകര്യവും അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണകൂടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നിയമവ്യവസ്ഥയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്ന് മാത്രമല്ല, ഇനി ഈ കുറ്റങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയ ഈ പാർലമെന്ററി സമിതിക്ക് ഒരു ദോഷമുണ്ട്. പാർലമെന്ററി സമിതിക്ക് ഇവർ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ മേൽ കുറ്റം ചുമത്താനോ കേസെടുക്കാനോ
ഒരു FIR ഉണ്ടാക്കാനോ സാധ്യമല്ല. അതാണ് ഈ കേസിന്റെ മറ്റൊരു ഗതികേട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.